ഹായ് നമസ്കാരം. എനിക്ക് വന്ന ഒരു ഫോൺ കാളിൽ നിന്നാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള തീരുമാനമെടുത്തത്. ഈ ഫോൺ കാളിൽ എന്നോട് ചോദിച്ചൊരു കാര്യം, അവർക്ക് അവരുടെ ജീവിതത്തിലെ സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ പെട്ടെന്ന് സംഭവിച്ചതിനൊരു കാരണമായിട്ട് അവർക്ക് തോന്നിയ കാര്യമാണ് അവരെൻ്റെ അടുത്ത് ചോദിച്ചത്. അപ്പം അതിൽ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വെളിയിലൊരു നല്ലൊരു മനോഹരമായ ഒരു കെട്ടിടം പൊളിച്ചതിൻ്റെ ഭാഗമായിട്ട് കിട്ടിയ നല്ല കുറേ കൊത്തുപണിയുള്ള കല്ലുകൾ പോലുള്ള കാര്യങ്ങൾ അവർ വീടിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കൊടുക്കുകയും വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അത് ഒരു ഫിഷ് ടാങ്കായിട്ട് വയ്ക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഈ പ്രശ്നങ്ങൾ വന്നു ഫിഷ് ടാങ്ക് ഉണ്ടാക്കിയിട്ട് അതിൽ വയ്ക്കുകയും ചെയ്യുന്നു. അപ്പോൾ അതിനുശേഷമാണ് പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് പറയുന്നു. ഇതേ കാര്യം തന്നെ അവർ വടക്ക് കിഴക്ക് ഭാഗത്തും ചെയ്തു എന്ന് പറയുന്നു. അപ്പോൾ ഈ ഫിഷ് ടാങ്കിൻ്റെ വിഷയമല്ല അത്. ഫിഷ് ടാങ്ക് എന്ന് പറയുമ്പോൾ നോർത്ത് വെസ്റ്റിൽ ഫിഷ് ടാങ്ക് നല്ല സ്ഥാനം തന്നെയാണ്. അപ്പോൾ ഫിഷ് ടാങ്കിൻ്റെ പ്രോബ്ലം അല്ല. ഇതിനകത്ത് ഈ വാസ്തു എഫക്റ്റ് കൊണ്ട് പെട്ടെന്നുണ്ടായെന്ന് പറഞ്ഞുകൊണ്ട് ഇതൊരു വാസ്തു എഫക്റ്റാണെന്ന് എനിക്ക് തോന്നിയത്. കാര്യം അവർ വാസ്തു എഫക്റ്റ് ആണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആലോചിക്കാതെ വാസ്തു എഫക്റ്റ് അല്ല, വടക്ക് പടിഞ്ഞാറ് ഒരു ഫിഷ് ടാങ്ക് വന്നതുകൊണ്ട് എന്താ പ്രശ്നം, അങ്ങനെ ഒരു പ്രോബ്ലമേ ഇല്ല എന്ന് ഞാൻ പറയുന്നത്. പക്ഷേ കാര്യങ്ങൾ പറഞ്ഞു വന്നപ്പോഴാണ് ഇതൊരു സ്ഥലത്ത് നിന്ന് കിട്ടിയതാണ്, ഇതുപോലെ പൊളിച്ചൊരു കെട്ടിടം. അപ്പം ഞാൻ അതാണ് ഇന്ന് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതായത് നമ്മൾ ഈ പഴയ കെട്ടിടങ്ങൾ പൊളിക്കുമ്പോൾ കിട്ടുന്ന വസ്തുക്കളെ നമ്മുടെ വീട്ടിൽ ആൾറെഡി താമസിക്കുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ സാധനങ്ങൾ കൊണ്ട് വയ്ക്കുകയാണെങ്കിൽ അതിൽ ചെറിയൊരു നെഗറ്റീവ് എനർജി പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിലേക്ക്, നിങ്ങളുടെ വീട്ടിലേക്കും വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. നിർമ്മാണ സമയത്ത് വേണമെങ്കിൽ നിങ്ങളത് ഉപയോഗിക്കാനുള്ള കാര്യം. നിർമ്മാണ സമയത്ത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഇത്തരത്തിൽ പഴയ വസ്തുക്കളൊക്കെ നമ്മൾ കൊണ്ടുവന്നാൽ ഇപ്പം ഒരുപാട് റിസ്റ്റോറേഷൻ നടക്കുന്നുണ്ട്. പഴയ കൊട്ടാരങ്ങളുടെയും പഴയ മനകളുടെയൊക്കെ പൊളിച്ചിട്ട് നമ്മൾ നല്ല തടിയൊക്കെ ആയിരിക്കും, നല്ല വുഡ് വർക്ക്, നല്ല തടി, ഇതൊന്നും കളയേണ്ട ആവശ്യമില്ല. നമ്മളിതിനെ ഒരു വീട്ടിലിരുന്നത് കൊണ്ട് ഉപയോഗിക്കാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ നിർമ്മാണ സമയത്ത് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്, നിർമ്മാണ സമയത്ത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല. നിർമ്മാണ സമയത്ത് ഉപയോഗിച്ചിട്ട് അതിന് നമ്മൾ അവസാനം വീടിൻ്റെ പാലുകാച്ച സമയത്ത് നമ്മൾ പൂജയും വാസ്തുബലിയൊക്കെ ചെയ്ത് വീണ്ടും അതിനെ എനർജൈസ് ചെയ്യും. അപ്പം ഈ പറഞ്ഞ നെഗറ്റീവ് എഫക്ട്സ് ഒക്കെ അവിടെ അങ്ങ് പോവും. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് കൊണ്ട് നിർമ്മാണ സമയത്ത് പുതുതായി വയ്ക്കുന്ന വീടുകളിൽ ഇത്തരം എലിമെൻറ്റ്സ് നമ്മൾ ഇൻകോപ്പറേറ്റ് ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷേ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീട്ടിൽ പെട്ടെന്ന് ഇത്തരം വസ്തുക്കൾ കൊണ്ടുവയ്ക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. കാര്യം നിങ്ങൾക്ക് ഒരു ഒരാൾ ഫ്രീ ആയിട്ട് പഴയൊരു വീട്ടിൽ നിന്ന് കിട്ടി, പഴയ കാർവിങ് മോഡലാണ്, പക്ഷേ അത് വീടിൻ്റെ സ്ഥലത്ത് കൊണ്ട് ഡംപ് ചെയ്തെന്ന് വെച്ചോളൂ, അത് നിങ്ങൾക്ക് ഇഷ്യൂ ആണ്. ഇത്തരം കാര്യങ്ങളൊന്നും ഒരിക്കലും ഇത് സംഭവിക്കുന്ന സാധാരണ ഇതുമായി റിലേറ്റഡ് ആയിട്ട് ഈ സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെയാണ് ഇത് സംഭവിക്കുന്നത്. അവർ പല സ്ഥലത്തും വർക്ക്, ഇപ്പം ഞാൻ തന്നെ പല സ്ഥലങ്ങളിലും പോയി പല വർക്കുകൾ ചെയ്യുമ്പോൾ പല കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതൊന്നും കിട്ടിയിട്ടുണ്ടെന്ന് വെച്ചാൽ പഴയ വിൻഡോ, പഴയ കാര്യങ്ങൾ, പഴയ ജന്നലുകൾ, അങ്ങനെ കൊട്ടാരത്തിൻ്റെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഇതെല്ലാം നമ്മളൊരിക്കലും കൊണ്ട് വീട്ടിൽ വയ്ക്കില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു വിധിയില്ല. ശരിക്കും പറഞ്ഞു അതിനെ നമ്മൾ പ്രോപ്പറായിട്ട് കൺസ്ട്രക്ഷൻ പർപ്പസിൽ ഉപയോഗിച്ചിട്ട് അതിന് കൃത്യമായ വാസ്തുബലിയും വാസ്തുപൂജയും നമ്മുടെ ഭഗവതി സേവയൊക്കെ ചെയ്ത് നമ്മൾ എനർജൈസ് ചെയ്ത് വീടിനെ നമ്മുടേതാക്കി മാറ്റുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മുടേതായിട്ട് മാറും. ഇല്ലെങ്കിൽ ഇതൊരു വേറൊരു പൊസസീവ് സ്റ്റേറ്റിലിരുന്ന ഒരു സംഭവമാണ്. വാസ്തു അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് 100 വർഷം പഴക്കമുള്ള മന, ഇതെല്ലാം ഒരുപാട് തലമുറകൾ കഴിയുകയും ആ തലമുറകളിലൂടെ അപ്പോൾ അവിടെ നമ്മൾ റിനോവേറ്റ് ചെയ്തെടുക്കുന്ന പോലെ അല്ല. കാരണം ആ സ്പേസ് ആൾറെഡി ഒരു ഡിഫൈൻഡ് വാസ്തു സ്പേസാണ്. അവിടെ നിന്ന് റിനോവേറ്റ് ചെയ്ത് എടുക്കുന്ന പോലെയല്ല. അവിടെ നിന്ന് സാധനം പൊളിച്ചുകൊണ്ട് നമ്മുടെ പുതിയ സ്പേസിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. അത് കൺസ്ട്രക്ഷൻ സമയത്ത് ചെയ്തോളൂ, കുഴപ്പമില്ല. ഉപയോഗിച്ചിട്ട് അതിനുശേഷം ലാസ്റ്റ് എല്ലാം ഒരുമിച്ച്. പിന്നെ ഞാൻ ജനറലി എല്ലാവരും ചോദിക്കും, പഴയ വസ്തുക്കൾ ഈ പഴയ വീട് പൊളിച്ചിട്ട് പുതിയ വീട് വയ്ക്കേണ്ടി വരുന്ന ആളുകളാണ്, ആ വീട്ടിലെ സാധനങ്ങൾ ഉപയോഗിക്കാൻ പറ്റുമെന്ന് ചോദിക്കും. ഞാൻ പറയും, ഒരു സെയിം മണ്ഡലത്തിലിരുന്ന കാര്യം തന്നെയാണ്, നിങ്ങൾക്ക് യൂസ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇനി ഒരു ഫ്രഷ് എനർജി ഫീൽഡ്, ഒരു ഫ്രഷ് സ്പേസാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ കഴിയുന്നത് അത് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും എന്ന് ഞാൻ പറയാറുണ്ട്. അപ്പം ഡിപ്പെൻഡിങ് അപ്പോൺ ദ വാല്യൂ ഓഫ് ദ മെറ്റീരിയൽ, ആ മെറ്റീരിയലിൻ്റെ വാല്യൂവിനനുസരിച്ച് നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം. പക്ഷേ അത് ഉപയോഗിക്കേണ്ട സ്റ്റേജ് കൺസ്ട്രക്ഷൻ സ്റ്റേജാണ്. അല്ലാതെ നിങ്ങൾ നോർമൽ ലൈഫിൽ ഒരു പുതിയ വീട് വെച്ച് നന്നായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു സാധനം കിട്ടി അതുകൊണ്ട് വീട്ടിൽ വയ്ക്കുന്നത് ഒരിക്കലും നല്ല കാര്യമല്ല. അത് വാസ്തുപരമായിട്ട് അത് നിങ്ങൾക്ക് ഗുണകരമായി വരില്ല. നന്ദി, നമസ്കാരം.